ലോകബാങ്കിൻ്റെ അസമത്വത്തെക്കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിലെ അസമത്വം കുറഞ്ഞു വരുന്നു എന്ന ഒരു ചിത്രമാണ് പുറത്തു ലഭിച്ചത്. ഇത് ഇന്ത്യയിൽ വലിയ വിവാദമായി. ഇതിൻ്റെ നേർചിത്രം പരിശോധിക്കുകയാണ് ഈ പങ്ക്തി നടത്തുന്നത്. 2024 ലോകബാങ്ക് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ അസമത്വ സൂചിക 2022-23 25.5. ഇതൊരു മോഡറേറ്റ്ലി ഇൻഇക്വാളിറ്റി കാറ്റഗറിയിലാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ലോകത്തെ അസമത്വം കുറഞ്ഞ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയിട്ടുണ്ട്. ഇതാണ് കേന്ദ്ര സർക്കാരും മറ്റും അഭിമാനപൂർവ്വം പ്രചരിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇത് യാഥാർത്ഥ്യത്തിന് നിരക്കുന്ന ഒന്ന് തന്നെയാണോ എന്ന പരിശോധനയാണ് നടത്തേണ്ടത്. അത് അങ്ങനെ പരിശോധിക്കണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ അസമത്വം എന്താണെന്നും അതിൻ്റെ വകഭേദങ്ങൾ എന്താണെന്നും മനസ്സിലാക്കണം. സമ്പത്തായിരുന്നാലും വരുമാനമായിരുന്നാലും ഉപഭോഗ ചെലവായിരുന്നാലും അത് നീതിപൂർവകമായി വിതരണം ചെയ്യുമ്പോഴാണ് സമത്വം ലഭിക്കുന്നു. മറിച്ചാണെങ്കിൽ അസമത്വം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ അസമത്വത്തെ നമുക്ക് സാമ്പത്തിക അസമത്വം എന്ന് വിളിക്കാം. അതിൻ്റെ വകഭേദങ്ങളാണ് ഈ വരുമാന അസമത്വം, സമ്പത്തിലെ അസമത്വം, ഉപഭോഗ ചെലവിലെ അസമത്വം. അതുപോലെ കാണേണ്ട മറ്റൊരു തരം അസമത്വമാണ് സാമൂഹിക അസമത്വം. അത് ലിംഗപരമാണ്, ജെൻഡർ ഇൻഇക്വാളിറ്റി. വംശീയ അസമത്വം എന്ന് പറഞ്ഞാൽ റേഷ്യൽ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് കാസ്റ്റ് ഇൻഇക്വാളിറ്റിയാണ്. അവസരങ്ങളുടെ അസമത്വം, ഇൻഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. പിന്നീട് പ്രാദേശിക അസമത്വം തുടങ്ങിയ പലതും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഉയരുന്ന ചോദ്യം, ഇതിലേതാണ് നമ്മുടെ അസമത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നത്? പൊതുവിൽ ലോകത്തിൽ ശാസ്ത്രീയമായി അംഗീകരിച്ചിട്ടുള്ളത് വരുമാനത്തെ ആശ്രയിച്ചിട്ടുള്ള അസമത്വ സൂചികയാണ്. അതാണ് ശാസ്ത്രീയമായിട്ടുള്ള ഒന്ന്. എന്നാൽ ലോകബാങ്ക് പിന്തുടർന്ന രീതിശാസ്ത്രം എന്താണ്? ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഒരു ദേശീയ ഗാർഹിക ഉപഭോഗ ചെലവ് സർവേയിലെ ഡേറ്റയാണ് ഉപയോഗിച്ച് അവർ അസമത്വ സൂചിക കണക്കാക്കിയത്. ഇത് 2022-23 നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ നടത്തിയ സർവേയാണ്. ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ എന്ന് പറയും. ഇതിലെ ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് ഈ അസമത്വ സൂചിക കണക്കാക്കിയത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഈ ഡേറ്റ പുറത്തു വന്നപ്പോൾ തന്നെ ഉപഭോഗ ചെലവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അസമത്വം കുറഞ്ഞു വരുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരികയും പൊതുമണ്ഡലത്തിൽ ചൂടുപിടിച്ച ചർച്ച നടക്കുകയും ഉണ്ടായി. അതുകൊണ്ട് ലോകബാങ്ക് പുതുതായിട്ടൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ലോകബാങ്ക് മറിച്ചൊരു അബദ്ധവും കാണിച്ചിട്ടുണ്ട്. എന്താണ്? ഈ അസമത്വ സൂചിക രണ്ട് തരത്തിൽ കണക്കാക്കി. ഒന്ന് ഉപഭോഗ ചെലവിനെ അടിസ്ഥാനപ്പെടുത്തിയും കുറച്ച് രാജ്യങ്ങൾക്ക്, മറ്റു കുറച്ച് രാജ്യങ്ങൾക്ക് വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അസമത്വവും കണക്കാക്കി. ഇത് രണ്ടും ഒരു കുഴക്കീഴിൽ അവതരിപ്പിച്ചു. ഇത് ശാസ്ത്രീയമായ ഒരു സമീപനം അല്ല. രണ്ടാമതായിട്ട് ഇവ തമ്മിൽ താരതമ്യം ചെയ്യുന്നു. കാരണം ഇന്ത്യയുടെ 25.5 എന്ന് പറയുന്നത് മറ്റു ചില രാജ്യങ്ങളിലെ വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി കണക്കാക്കിയ അസമത്വവുമായിട്ട് ചേർത്താണ് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു താരതമ്യം കടന്നു വരുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അശാസ്ത്രീയമാണ്. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും രീതിശാസ്ത്രം രണ്ടാണ്, രണ്ടിൻ്റെയും അടിസ്ഥാനമാണ് രണ്ടാണ്. ഒന്ന് ഉപഭോഗ ചെലവും മറ്റൊന്ന് വരുമാനവും. അതുകൊണ്ട് ഇത് താരതമ്യത്തിന് സാധ്യമല്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഉപഭോഗ ചെലവ് കണക്കാക്കുമ്പോൾ അസമത്വം കണ്ടുപിടിക്കുമ്പോൾ കടന്നു വരുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഒന്നാമതായിട്ട് വരുമാനത്തിലെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അസമത്വം ഉപഭോഗ ചെലവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അസമത്വത്തെക്കാൾ കൂടുതലായിരിക്കും. അത് ഈ വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ടിൽ തന്നെ അംഗീകരിക്കുന്നുണ്ട്, അതവർ രേഖപ്പെടുത്തുന്നുമുണ്ട്. ഇനി മറ്റൊന്നെന്ന് പറയുന്ന ഈ ഉയർന്ന വരുമാനക്കാർ കൂടുതൽ മിച്ചം പിടിക്കും. കാരണം വരുമാനം മെച്ചപ്പെടുമ്പോൾ നമ്മുടെ ഉപഭോഗ ചെലവ് കുറയും. അപ്പോൾ ഈ മിച്ചം പിടിക്കുന്നത് കൃത്യമായിട്ട് ഉപഭോഗ ചെലവിൽ പ്രതിഫലിക്കില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് അസമത്വം കണ്ടുപിടിക്കാനും കഴിയില്ല. മറ്റൊന്നെന്ന് പറയുന്നത് മൂലധന നേട്ടം, ബിസിനസ് വരുമാനം തുടങ്ങിയ പല വരുമാനങ്ങളും ഈ വ്യക്തിഗത വരുമാനത്തിൽ വരുന്നതാണ്. അതൊന്നും തന്നെ ഇവിടെ ഉപഭോഗ ചെലവിൽ പ്രതിഫലിച്ച് കാണില്ല. അതുകൊണ്ട് ഉപഭോഗ ചെലവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അസമത്വം സൂചിക കണ്ടുപിടിക്കുകയും അത് വരുമാനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അസമത്വ സൂചികയുമായിട്ട് താരതമ്യം ചെയ്യുന്നത് അശാസ്ത്രീയമാണ്. അത് ശരിയായ രീതിയല്ല. എന്നാൽ വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചില കണക്കുകളുടെ യഥാർത്ഥ ചിത്രം നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ ലോക അസമത്വ ലാബ് റിപ്പോർട്ടാണ് നമുക്ക് മുന്നിലുള്ളത്. 2024-25 റിപ്പോർട്ടാണ്. ഇത് പ്രകാരം ഇന്ത്യയുടെ വരുമാനത്തിലെ അസമത്വ സൂചിക 2023 61 25.5 അല്ല.
നോക്കുക വ്യത്യാസം എത്ര വലുതാണെന്ന്. 216 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 176-ാമതാണ്, 4-മതല്ല. വലിയ അന്തരമാണ് കാണാൻ കഴിയുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം മറ്റൊരു ഫൈൻഡിങ് എന്ന് പറയുന്നത് നികുതി കണക്കാക്കുന്നതിന് മുൻപുള്ള വരുമാനത്തിൻ്റെ 22.6% മുകളിലത്തെ തട്ടിലെ 1% വരുന്ന സമ്പന്നരുടെ കയ്യിലാണ്. ഇത് അമേരിക്ക, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ്. ലോകത്തിൽ തന്നെ ഉയർന്ന ഒന്നാണ്. സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അസമത്വം സൂചിക നോക്കാം. 2025 ഓക്സ്ഫോം റിപ്പോർട്ടിൻ്റെ കണക്കാണ് ഇവിടെ പരിശോധിക്കുന്നത്. അത് പ്രകാരം മുകളിലത്തെ തട്ടിലെ 1% വരുന്ന സമ്പന്നർ രാജ്യത്തെ മൊത്തം സമ്പത്തിൻ്റെ 40% കൈയടക്കി വെച്ചിരിക്കുന്നു. താഴെത്തട്ടിലുള്ള 50% പേർക്കാകട്ടെ കേവലം രാജ്യത്തിൻ്റെ സമ്പത്തിലെ 3% ഉടമസ്ഥാവകാശം മാത്രമേ ലഭിക്കുന്നുള്ളൂ. അങ്ങനെ ഏത് റിപ്പോർട്ട് പ്രകാരം നമ്മൾ പരിശോധിച്ചാലും വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലോ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഉള്ള അസമത്വം ഇന്ത്യയിൽ വളരെ ഉയർന്നതാണെന്നുള്ളതിൽ സംശയമില്ല. അതാണ് ശാസ്ത്രീയമായ സമീപനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പങ്ക്തി ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു.